ആദ്യമായിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് കാരണം തന്നെ നമ്മുടെ പ്രളയമായിരുന്നു. 2018 പ്രളയത്തിൽ ഈ മൊത്തം ഫാം ഫ്ലഡ് ചെയ്ത് നിന്നപ്പോൾ അന്ന് കതിര് വന്നിട്ടുണ്ടായിരുന്നില്ല നെൽച്ചെടികൾക്ക്. പ്രളയജലം താന്ന് പോയി കഴിഞ്ഞിട്ടാണ് കതിര് വന്നത്. എങ്കിലും കുറച്ച് ഏരിയയിലുള്ള നെല്ല് ചെടി നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ബാക്കി വന്നൊരു 2-3 ടൺ നെല്ല് ജെർമിനേഷൻ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 60% ജെർമിനേഷനൊക്കെയാണ് ചില ഭാഗത്ത് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അത് വിത്തായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല നെല്ലായിരുന്നു, അപ്പോൾ അത് വേസ്റ്റ് ആക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ അന്നത്തെ ഡയറക്ടർ ജയശ്രീ IASൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് ഫസ്റ്റ് ടൈം ഇത് പ്രോസസ്സിങ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ വൈകയിൽ 2018 പ്രളയം കഴിഞ്ഞിട്ടുള്ള ആ ഡിസംബറിൽ തന്നെ നമുക്ക് ബോട്ടൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മൾ ആലപ്പുഴയിൽ കൊണ്ടുപോയി അതുപോലെ ചെമ്പിൽ പുഴുങ്ങി കുത്തി കിട്ടുന്ന ഒരു മില്ലുണ്ട്, അവിടെ ചെറിയൊരു മില്ലുണ്ട്. അവിടെ നിന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് ആ 2018 ഡിസംബർ ലാസ്റ്റുള്ള വൈകയിൽ തന്നെ നമ്മളിത് കൊണ്ടുപോയായിരുന്നു. അത് ഇവിടെ നിന്നൊക്കെ രണ്ടാമതും നമ്മൾ ഫുൾ ആ വൈകയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അത് തീർന്നു പോകുന്ന എന്ന് വെച്ചാൽ അത് ഒരു വിശ്വാസമുണ്ട് ആൾക്കാർക്ക്. സർട്ടിഫൈഡ് ഓർഗാനിക് ഗവൺമെൻറ് ഫാം എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അത്രയും ഡിമാൻഡാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ചെമ്പൂക്കാവിൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ കേക്കോയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ ഏത് പ്രോഡക്റ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷിക്കാനുള്ള പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മുടെ ഓർഗാനിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് പഞ്ചഗവ്യം, ഗുണപ്പജല, വെർമി വാഷ് എല്ലാ സാധനങ്ങളും എടുക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ് കൈക്കോ എന്ന് പറയുന്നത്. അവിടെയാണെങ്കിലും ഈ നെല്ലും ഈ എല്ലാ സാധനങ്ങളും അവിടെ ചോദിച്ച് വരാറുണ്ട് ആൾക്കാർ. സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. പിന്നെ ഇവിടേക്ക് വരാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ എന്നെ അറിയുന്നവർ നമുക്ക് അതിന് മാത്രമൊന്നും ഇല്ലല്ലോ, ഒരുപാട് ടൺ കണക്കിനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്താൽ തന്നെ ഇവിടേക്ക് ആൾക്കാർ ചോദിച്ച് വന്ന് ഇവിടെ വരും. അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ ജില്ലാ കൃഷി ഓഫീസ്, ഇവിടെയൊക്കെ നമ്മുടെ തന്നെ സ്റ്റാഫ്. അപ്പോൾ ഇപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ടു കഴിഞ്ഞാലും കാറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്കിവിടെ കോഴിയും താറാവും, ഇപ്പോൾ 100 താറാവുണ്ട്. താറാവാണ് നെൽകൃഷിയിൽ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരും ഇതുപോലെ വലുതായി കഴിയുമ്പോൾ മുട്ടയിടും. അപ്പോൾ ഈ മുട്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നെൽകൃഷിക്ക് പുറമെ മില്ലറ്റ്സിൽ റാഗി ചെയ്തു. ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ചെയ്തത്. നമുക്ക് നല്ല വിളവ് കിട്ടി. അതുപോലെ തന്നെ ചിയ, ഈ ഇരിക്കുന്ന ചിയ നമ്മൾ അതൊരു സൂപ്പർ ഫുഡായിട്ട് കൊടുക്കാൻ, വിത്തായിട്ടും സൂപ്പർ ഫുഡായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധ്യതകളുണ്ട്. ഇപ്പോൾ ജൈവ കൃഷിയോട് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റീസ്, മില്ലറ്റ്സ്, അതൊക്കെയാണ് കൂടുതലായിട്ട്. അപ്പോൾ ഇത് ജൈവ ഫാം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ട്രഡീഷണൽ വെറൈറ്റീസിനെ പ്രോത്സാഹിപ്പിക്കാനും, പിന്നെ ഈ ട്രഡീഷണൽ വെറൈറ്റീസിക്ക് പ്രോത്സാഹനം പറഞ്ഞാൽ ഡിമാൻഡ് വരണം. അപ്പോൾ നമ്മളിവിടെ രക്തശാലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാൻ പറ്റണം, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഇതാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ആ ടേസ്റ്റ് വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് വരിക. ഡിമാൻഡ് വരുന്നത് കർഷകരുടെ കയ്യിൽ നിന്ന് ആവണമെന്നില്ല. നല്ല ലൈറ്റ് ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ 100-150 രൂപയ്ക്ക് രക്തശാലി വാങ്ങി പുട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവരായിരിക്കും. പക്ഷെ അങ്ങനൊരു ഡിമാൻഡ് വന്നാൽ തന്നെ നമ്മുടെ കർഷകർക്ക് അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് വരണം എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ച് തന്നെ നോക്കണം. അതിൻ്റെ ടേസ്റ്റ്, ആ ഡിഫറൻസ് ട്രഡീഷണലും അതുപോലെ തന്നെ ഓർഗാനിക്കിലൊക്കെ വളർത്തിയിട്ടുള്ള അതിൻ്റെ പ്രോഡക്റ്റ് കഴിക്കുമ്പോഴാണ് ആക്ച്വലി അതിൻ്റെ ഡിഫറൻസ്. മാത്രമല്ല അത് മാത്രമല്ല, നമ്മളുടെ ഇവിടെ മാവ് പൊക്കുന്ന സമയത്ത് നമ്മൾ ആ മാങ്ങ വെച്ചിട്ട്, പിന്നെ ഇവിടുത്തെ തേങ്ങയിൽ നിന്നുള്ള വെളിച്ചെണ്ണ, എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ സർട്ടിഫൈഡാണ്. ഇപ്പോൾ ഒരു നാട്ടിലാണെങ്കിൽ പോലും അയാൾ രാസവളമൊന്നും ഇടാതെ, കീടനാശിനിയൊന്നും അടിക്കാതെ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ബോധ്യമുള്ള ഒരു കർഷകൻ്റെ അടുത്തേക്ക് വണ്ടികൾ വന്ന് സാധനം മേടിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഈ സത്യസന്ധമായിട്ടുള്ള ജൈവ കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് ഏത് ക്രോപ്പായാലും, നെല്ലോ വാഴയോ പച്ചക്കറി എന്താണെന്നുണ്ടെങ്കിലും ആ ലാൻഡ് പ്രിപ്പറേഷൻ തൊട്ട് പ്രോസസ്സിങ് വരെ ഏതൊക്കെ രീതിയിൽ ജൈവ കൃഷിയിലൂടെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ള പരിശീലന പരിപാടികളും നമ്മൾ ഇവിടുന്ന് കൊടുക്കും.
ഏറ്റവും അടിസ്ഥാനം. ആ വിത്ത് നമ്മുടെ കയ്യിലിരിക്കണം. അത് തന്നെ നമുക്ക് ഹൈബ്രിഡ് വിത്തുകളോ അതല്ല മറ്റുള്ള കമ്പനികളുടെ വിത്തുകളോ ഇതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു 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 നമുക്ക് വിശ്വസിക്കാം എന്നും കിട്ടുന്ന ഉറപ്പിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു വസ്തുവല്ല. നമ്മുടെ വിത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഈ നെല്ല് തന്നെ നമുക്ക് നോക്കിയാൽ ഓരോ നെല്ലിനും ഓരോരോ പ്രത്യേകതകളാണ്. ചിലത് ഇപ്പോൾ ഞാവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയ്ക്ക് മെഡിസിൻ, അത്രയും മെഡിസിൻ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രഡീഷണൽ വെറൈറ്റീസിനെ നമ്മൾ തിരിച്ച് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അതിനെയും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല അതിൻ്റെ യൂസ്, അതിൻ്റെ കൺസംഷൻ അത് നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ജൈവ രീതിയിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ വെറുതെ നാടൻ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചാൽ മാത്രം പോരാ. അത് ആക്ച്വലി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കും എന്നുള്ളതിന് 100% എനിക്ക് ഉറപ്പുണ്ട്.